നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ താരപ്രചാരകരെ കളത്തിലിറക്കി മുന്നണികൾ. LDF-നായി മുഖ്യമന്ത്രി പിണറായി വിജയനും UDF-നായി പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലെത്തും. മുഖ്യമന്ത്രി 3 ദിവസവും പ്രിയങ്ക ഗാന്ധി 1 ദിവസവും നിലമ്പൂരിലുണ്ടാകും. നിലമ്പൂരിനെ UDF-ന് വേണ്ടി ഒറ്റുകൊടുത്ത യുവദാസാണ് PV അൻവറെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. UDF-ന് വേണ്ടി ഒറ്റുകൊടുത്തതാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യുവദാസിൻ്റെ നിലയാണ് സ്വീകരിച്ചത്. ആ സ്വീകരിച്ച നില അങ്ങനെയാണെന്ന് വന്ന ആ സമയം ഞങ്ങൾ അൻവറിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അൻവറുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ചയൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് ഞങ്ങൾ എത്തിച്ചേരണം. നമുക്കിപ്പം BS രഞ്ജിത്ത് ചേരുന്നുണ്ട്. BS രഞ്ജിത്ത്, താരപ്രചാരകർ രംഗത്തിറക്കാൻ പോവുകയാണ് മുന്നണികൾ. എന്താണ് നിലമ്പൂരിൽ കാണുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് ഒരു ഈദ് ദിനമായതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ പ്രചാരണത്തിന് അത്ര ചൂട് ഏറിയ പ്രചാരണം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, രാഷ്ട്രീയ പോരിനും അല്പം കുറവുണ്ടായിരുന്നു. പക്ഷേ നേതാക്കന്മാർ ഈ ഈദ് ദിനത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് 4 സ്ഥാനാർത്ഥികളും ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തു. PV അൻവറും ആര്യടൻ ഷൗക്കത്തും ഇന്ന് രാവിലെ ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് നിസ്കാരം പൂർത്തിയാക്കിയ ശേഷമാണ് വിവിധ ജുമാ മസ്ജിദുകളിലും വിവിധ പള്ളികളിലുമൊക്കെ കയറി വോട്ട് ചോദിക്കുകയും വിശ്വാസികളുമായി സലാം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്വരാജും അതുപോലെ മോഹൻ ജോർജും വിവിധ പള്ളികളിൽ ചന്തക്കുഞ്ഞിലും അതുപോലെ തന്നെ മറ്റ് പള്ളികളിലുമൊക്കെ തന്നെ എത്തി അവിടെ വിശ്വാസികളെ കണ്ട് അവരുമായി നേരിട്ട് വോട്ട് ചോദിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതോടൊപ്പം ആര്യടൻ ഷൗക്കത്തൊക്കെ വോട്ടർമാർക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇന്ന് ഈദ്ഗാഹ് ആഘോഷിച്ചത്, വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. അതോടൊപ്പം M സ്വരാജിനെ സംബന്ധിച്ചും അദ്ദേഹവും വിശ്വാസികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചും അതോടൊപ്പം സുഹൃത്തുക്കളെ സന്ദർശിക്കാനാണ് ഇന്ന് കൂടുതലായിട്ടും M സ്വരാജ് സമയം ചെലവഴിച്ചത്. മറ്റ് പ്രചാരണ പരിപാടികളൊന്നും തന്നെ M സ്വരാജിൻ്റെതായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പള്ളികളിൽ സന്ദർശനം നടത്തി. അതുപോലെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൗഹൃദ പങ്കിടാനൊക്കെ എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. മോഹൻ ജോർജും സമാനമായി തന്നെ വ്യക്തിഗതമായിട്ടുള്ള പ്രചാരണമായിരുന്നു. പ്രധാനപ്പെട്ട വ്യക്തികളെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് വ്യക്തിഗതമായൊരു പ്രചാരണത്തിനാണ് മോഹൻ ജോർജും അദ്ദേഹവും മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാഷ്ട്രീയമായ വാക്പോരുകൾക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല. അതിൽ MV ഗോവിന്ദൻ ഇന്ന് രാവിലെ വാർത്താസമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ ഗവർണർ വിഷയത്തിലും അതുപോലെ പെൻഷൻ വിഷയത്തിലുമൊക്കെ പ്രതികരണം നടത്തുകയുണ്ടായി. മറ്റ് നേതാക്കന്മാർ UDF-നെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചും മറ്റ് നേതാക്കന്മാരും മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. നാളെ പതിവ് പോലെ തന്നെ പ്രചാരണത്തിന് വാശിയേറെ പ്രചാരണത്തിന് നേതാക്കന്മാരെത്തും. മാത്രമല്ല, മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മണ്ഡലത്തിലേക്ക് എത്താനിരിക്കുന്നു. വീറും വാശിയേറിയ പോരാട്ടത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. താങ്ക് യു. BS രഞ്ജിത്താണ് വിവരങ്ങൾ.